നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കേരള കത്തോലിക് കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷകളുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി സോൺ സംഘടിപ്പിക്കുന്ന കൃപാഭിഷേകം 2026 ബൈബിൾ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. കൺവെൻഷൻ നഗരിയിലെ പന്തലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കാൽനാട്ടു കർമ്മം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. ഓഗസ്റ്റ് 20 വ്യാഴം മുതൽ 24 തിങ്കൾ വരെ ചങ്ങനാശ്ശേരി SB കോളേജ് ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് കൺവെൻഷൻ നടക്കുന്നത്. പ്രശസ്ത വചനപ്രഘോഷകനും മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടറുമായ റവറന്റ് ഫാദർ ഡൊമിനിക് വാളമനാലാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈബിൾ കൺവെൻഷൻ നയിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ രാത്രി 9 മണി വരെയാണ് ദിവസേനയുള്ള ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച വൈകുന്നേരം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷന്റെ 2ാം ദിവസം മുതൽ കുമ്പസാരത്തിനും സ്പിരിച്വൽ ഷെയറിംഗിനും സൗകര്യമുണ്ടായിരിക്കും. വിഴിഞ്ഞം സമരത്തിന് ഫണ്ട് നൽകിയെന്നാരോപിച്ച് 2 സന്നദ്ധ സംഘടനകളുടെ FCRA ലൈസൻസ് തള്ളിയ കേന്ദ്ര ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കേരള സോഷ്യൽ സർവീസ് ഫോറം, സേവ് ഫാമിലി പ്ലാൻ ഇന്ത്യ എന്നീ സംഘടനകൾ നൽകിയ ഹർജിയിലാണ് ഈ വിധി വന്നത്. സമാധാനപരമായ സമരങ്ങളെ പിന്തുണയ്ക്കുന്നത് നിയമവിരുദ്ധമായോ രാജ്യ താൽപര്യത്തിന് എതിരായോ കണക്കാക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ സർക്കാരിന്റെ ഇഷ്ടക്കേടിന്റെ പേരിൽ തടയാൻ കഴിയില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഈ അപേക്ഷകൾ 3 മാസത്തിനകം പുനർപരിശോധിച്ച് പുതിയ ഉത്തരവിറക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശം നൽകി. ജനാധിപത്യത്തിൽ ഏതൊരു അപേക്ഷയും നിരസിക്കുമ്പോൾ കൃത്യമായ കാരണങ്ങൾ ഉണ്ടാകണമെന്ന് വിധിയിൽ എടുത്തു പറഞ്ഞു. ദിണ്ടിഗൽ രൂപതയുടെ പുതിയ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ആർച്ച് ബിഷപ്പ് ആന്റണി സാമി നിയമിതനായി. ലിയോ 14 പാപ്പയാണ് ഈ സുപ്രധാന നിയമനം സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. രൂപതയുടെ മുൻ ബിഷപ്പായിരുന്ന തോമസ് പോൾ സാമിയുടെ രാജി സ്വീകരിച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. നിലവിൽ മധുര അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് അദ്ദേഹം. സഭയുടെ വിവിധ നേതൃത്വ സ്ഥാനങ്ങൾ വഹിക്കുന്നതോടൊപ്പം കാനൺ നിയമ കമ്മീഷന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഈ പുതിയ ഉത്തരവാദിത്തത്തിലൂടെ ദിണ്ടിഗൽ രൂപതയുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം കൂടുതൽ കരുത്തു പകരും. പുതിയ FCRA ഭേദഗതികൾ കർശനമെന്ന് വിശേഷിപ്പിച്ച് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് രംഗത്ത് വന്നു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഭേദഗതി ബില്ലിനെതിരെ വ്യാപകമായ പരിശോധന വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദരിദ്രരെയും രോഗികളെയും സേവിക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഈ പുതിയ നിയമം ഗുരുതരമായി ബാധിക്കുന്നുവെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. വിദേശ സംഭാവനകൾ നിയന്ത്രിക്കേണ്ടതാണെങ്കിലും അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാകരുതെന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇത് ബാധിക്കുന്ന സമൂഹങ്ങളുമായി വിശദമായ ചർച്ചകൾ നടത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. റുവാഡയിലെ കിഗാലിയിൽ നടന്ന സിഗ്നിസ് ലോക കോൺഗ്രസിൽ മാധ്യമരംഗത്തെ കന്യാസ്ത്രീകളുടെ പങ്കാളിത്തം പുതിയ ചർച്ചയാകുന്നു. കേവലം മാധ്യമ ഉപയോക്താക്കൾ എന്ന നിലയിൽ നിന്ന് ഉള്ളടക്ക സൃഷ്ടാക്കളായും പത്രപ്രവർത്തകരായും കന്യാസ്ത്രീകൾ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. സഭാതലത്തിലുള്ള മാധ്യമ ചർച്ചകളിൽ പുരുഷന്മാരുടെ മേധാവിത്വം എന്ന സ്ഥിരം രീതിക്ക് ഇതിലൂടെ മാറ്റം വന്നിരിക്കുകയാണ്. ഡിജിറ്റൽ ലോകത്ത് സഭയുടെ ശബ്ദം ശക്തമാക്കാൻ കൂടുതൽ സന്യാസ സമൂഹങ്ങൾ മാധ്യമരംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി തുടങ്ങിയ മേഖലകളിൽ യുവ സന്യാസിനിമാർ തങ്ങളുടെ പ്രാവീണ്യം തെളിയിക്കുകയുണ്ടായി. സുവിശേഷ വ്യാപനത്തിനായി ഡിജിറ്റൽ മാധ്യമങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നത്. ഇതോടുകൂടി ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.